ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ എന്താ വിഷൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ ആ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ എന്താ ഞാൻ റെഡിയായി ഇറങ്ങി കേട്ടോ. എന്താ കാശുകൂട്ടനും റെഡിയായി ഇറങ്ങി. അപ്പോൾ അവൻ എന്താ അച്ഛൻ റെഡി ആവാത്തതെന്ന് ചോദിക്കുകയാണ്. കാരണം അവൻ ഒരുങ്ങി കഴിഞ്ഞ് പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്ന് ഇഷ്ടമില്ല, വേഗം വണ്ടിയിൽ കയറണം. അങ്ങനെ ഏട്ടൻ റെഡിയായി വന്നു. നമുക്ക് കുറച്ച് ദൂരം പോകാനുണ്ട് കേട്ടോ. തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ് ഓഡിറ്റോറിയം. ആ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നമുക്ക് വെഡ്ഡിങ് ഫംഗ്ഷൻ. അങ്ങനെ എന്താ കാശുകൂട്ടാതെ വണ്ടിയിൽ കയറുകയാണ്. എത്ര ലോങ് ആണെങ്കിലും ആൾ ഫ്രണ്ടിലിരിക്കും, സെൻറ്ററിലിരിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ. അപ്പോൾ ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അവൻ ഫോട്ടോ ഉണ്ടെന്ന് വിചാരിച്ചൊരു അങ്ങനത്തെ ഒരു പോസ് തന്നു കേട്ടോ. അത് നമ്മളിത് ഓഡിറ്റോറിയത്തിലെത്തി. നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തിയപ്പോഴേക്കും ഏട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ബസ്സിനാണ് വന്നത് കേട്ടോ, നമ്മൾ ബൈക്കമ്മിലും. അങ്ങനെ നമ്മളിത് ഓഡിറ്റോറിയത്തിലെത്തി. നമ്മളിങ്ങനെ ഒരുമിച്ച് എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോവുകയാണെങ്കിൽ കാശുകൂട്ടാൻ അച്ചാച്ചനെ കണ്ട, അതായത് ഏട്ടൻ്റെ അച്ഛനെ കണ്ട അച്ചാച്ചൻ്റെ കൂടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം. അവരങ്ങനെ എൻജോയ് ചെയ്ത് നടന്നോളൂ. ഇതാട്ടെ നമ്മൾ വന്ന കല്യാണം, ഹരിത വിഷ്ണു. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തിയപ്പോഴേക്കും പയ്യനും പെൺകുട്ടിയൊന്നും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അവർ അമ്പലത്തിൽ വെച്ചായിരുന്നു താലി കെട്ടുക. അപ്പോൾ അവരൊന്ന് വീട്ടിൽ കയറ്റുന്ന ഒരു ചടങ്ങുണ്ട്, ചെറുക്കനെ പെൺകുട്ടിയുടെ വീട്ടിൽ കയറ്റുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോയിരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ അത് അവർ എത്തി കേട്ടോ. പിന്നെ ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളും ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ കാശുകൂടെ നല്ല വിശപ്പുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഇരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. നല്ല ഫുഡായിരുന്നു, സദ്യയായിരുന്നു, പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ 2 മണിയായപ്പോഴേക്കും തിരിച്ചു. അപ്പോൾ കാശുകൂട്ടിന് നല്ല ദാഹമുണ്ട് പറഞ്ഞിട്ട് നമ്മൾ ജ്യൂസ്, ഷേക്ക് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മൾ നേരെ പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.